കഴിഞ്ഞ ദിവസം ഇത് തന്നെയായിരുന്നു ചർച്ച ഇന്നലെ. ഈ ചർച്ചയ്ക്കിടയില് ഈ നമ്മുടെ ദീപുവിന്റെ വായിൽ നിന്ന് വന്ന വാക്കിന് ഞാൻ മറുപടി കൊടുത്തു, അത്രേ ഉള്ളൂ. അതിന് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഗോദ്രയിലെ കലാപവും ഞങ്ങൾ ഉണ്ടാക്കിയതാണ്, ഗുജറാത്ത് കലാപവും ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇവന്മാരെ ഞങ്ങൾ തട്ടിയതുവാ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്തൊരു ആർജവമാണെന്നറിയോ? ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളായി കഴിഞ്ഞാൽ എന്തും പറയാം എന്നുള്ളതാ, എന്തും ചെയ്യാം എന്നുള്ളതാ. ആ ഒരു ആർജവമാണ് നമ്മളിപ്പോ ശിവാജി തൃശ്ശൂരിന്റെ വായിൽ നിന്നും കേട്ടത്. ഞങ്ങൾ ഇനിയും മുസ്ലിങ്ങളെ കൊന്നൊടുക്കും, നിങ്ങൾ എന്താ ചെയ്യുക, ഞങ്ങളൊന്ന് കാണട്ടെ. അതേ ആർജവം തന്നെയാണ് എമ്പുരാൻ എന്ന സിനിമക്ക് നേരെ ഇവര് ഇറക്കിയത് എന്നുള്ളതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മുകളിൽ ചാണകം കോരിയിട്ടു, അത്ര തന്നെ. ഈ ശിവാജി എന്ന് പറയുന്ന വ്യക്തി ഒരു RSS കാരനാണ്, ഞാൻ ഭയങ്കര BJP കാരനാണ് എന്നിങ്ങനെ ഉറച്ചുറച്ച് പറയുന്നത് ആ ഒരു എന്തിനാണത് മനസ്സിലാവുന്നില്ല. അതായത് BJP കാരും RSS കാരും ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് തന്നെയല്ലേ അതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ ഇയാളുടെ അടുത്ത ഡയലോഗ് ഒന്ന് കേട്ടോക്കെ. അല്ല, നമ്മളെ ആളുകളെ അല്ല ശ്രീ ശിവജി, അല്ല നിങ്ങൾ സംഘിയാണോ അല്ലയോ എന്നുള്ളത് ഒരുവിടെ അതൊക്കെ ഓരോ വ്യക്തികൾക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ടാകാം. നിങ്ങൾ സംഘിയാണ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം അല്ല ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ നമ്മളിൽ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. എന്നെ ഒരാൾ, ഇപ്പം ഞാൻ ന്യൂസ് 18ന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ നിങ്ങളെ അല്ലെങ്കിൽ വേറൊരാൾ വളരെ മോശമായ ഒരു ഭാഷ ഉപയോഗിച്ചാൽ അത് അതേപടി തിരിച്ചുപയോഗിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾ ആ സംയമനം പാലിക്കാൻ അങ്ങേയറ്റം ബാധ്യസ്ഥനാണ്. ഒരു പക്ഷേ ഞാൻ പറയട്ടെ, ഒരു പക്ഷേ നമ്മളെ ആരെങ്കിലും എന്നെ എത്രയോ ആളുകൾ മോശമായി പലതും വിളിക്കാറുണ്ട്. പക്ഷെ ഞാൻ അവരെ തിരിച്ച് അതേ ഭാഷയിൽ പറയാറില്ല. സ്വാഭാവികമായും നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഞാൻ എന്ന് വിളിച്ചു പറയുകയാണെങ്കിൽ, നിങ്ങൾ RSSകാരനാണ് എന്ന് വിളിച്ചു പറയുകയാണെങ്കിൽ, നിങ്ങൾ ആ സംഘടന ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ വിമർശകർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിൻ്റെ അച്ചടക്കം, അതിലേക്കെങ്കിലും ഒരല്പം ആ നിലവാരത്തിലേക്ക് വരാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും യുക്തിയുള്ള ബുദ്ധിയുള്ള ആളുകൾ ഇങ്ങനെ സംസാരിക്കുകയുള്ളൂ, ഈ അവതാരകനെ പോലെ അല്ലേ. നേരെ തിരിച്ച് യുക്തി കുറവുള്ള കുറെ അണികളായിട്ടുള്ള കുറെ എണ്ണുണ്ട്. RSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നവരാണ്, ഞങ്ങൾ അത് തന്നെ ചെയ്യും, ഇത് ഹിന്ദു രാജ്യമാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന് ഉച്ചത്തിൽ ഉറക്കെ വിഡ്ഢിത്തരം വിളിച്ചു പറയും, വിടുവായിത്തരം വിളിച്ചു പറയും. അത് തന്നെയാണ് നമ്മൾ ഈ ഒരു മനുഷ്യനിൽ നിന്ന് കണ്ടത്. എന്താ ചെയ്യുക അല്ലേ? ഞാൻ RSSകാരനാണ് എന്ന് വിളിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാ പറയുന്നേ? ഒരാളെ സഹായിച്ചതിനല്ല, 1040 പേരെ കൊന്നതിനാ. അതിൽ 600ഓളം സ്ത്രീകളുണ്ട്, ഗർഭിണികളുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെ അടിച്ച് ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊന്നതവരാ. ആ കൊന്നതിനെയാണ് ന്യായീകരണവുമായിട്ട് ഡയലോഗ് അടിക്കുന്നത്. കൊള്ളാം. എന്തായാലും റിപ്പോർട്ടർ ചാനലിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച നടന്നിരുന്നു, ഒന്ന് കേട്ടോക്കാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾക്ക് വിധേയമാകുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ ഗുജറാത്ത് കലാപം. ആ ഗുജറാത്ത് കലാപം ഒരിക്കൽ കൂടി ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. അതാണ് അവരുടെ ഭീതി, അതാണ് പ്രശ്നം. ഇപ്പം നമുക്കറിയാലോ, 25 വർഷം മുമ്പ് ആ സംഭവം ഉണ്ടായത്. 4 നൂറ്റാണ്ട് കഴിയുന്നു ഗുജറാത്ത് കലാപം എല്ലാവരുടെയും സ്മരണകളിൽ നിന്നും മറഞ്ഞുപോയി. വെച്ചാൽ ഇപ്പം ഗുജറാത്ത് കലാപത്തിന് ശേഷം ജനിച്ച കുട്ടിക്ക് 23 വയസ്സായി, 24 വയസ്സായി, അവരൊന്നും ഒന്നും ഓർക്കുന്നൊന്നുമില്ല. അപ്പോഴാണ് ഇങ്ങനൊരു വിഷയം വരുന്നത്. വീണ്ടും പ്രശ്നമായി. ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ എൻ്റെ സ്വന്തം സുഹൃത്താണ് ട്രംപ് എന്നൊക്കെ പറയുന്ന നരേന്ദ്രമോദിക്ക് അമേരിക്ക വിസ കൊടുത്തിരുന്നില്ല. ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് അമേരിക്കയിലേക്കും വിസ ഉണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ UK-യിലേക്കും വിസ ഉണ്ടായിരുന്നില്ല. ഞാനൊരിക്കൽ ഈ അമേരിക്കൻ യാത്രയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി അപേക്ഷിക്കുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അമേരിക്കൻ എംബസി ഒരു വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടി. ആ വാർത്താസമ്മേളനം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റ വരിയാണ് അംബാസഡർ വന്നിട്ട് പറഞ്ഞു, ഒറ്റ വരിയാണ്, നരേന്ദ്രമോദിക്ക് വിസയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചങ്ങ് നടന്നു പോവുകയാണ്. ഇത്ര ശക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ലോകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. സ്വാഭാവികല്ലേ? പിന്നീട് എന്ത് ചെയ്തു? അല്ല, പിന്നീട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? അവിടെ നമ്മൾ ശിവാജി എന്ന ഒരാളെ കണ്ടു. അതായത് ഞാൻ RSSകാരനാണ്, മുസ്ലിങ്ങളെ ഞങ്ങൾ കൊന്നൊടുക്കും എന്നുള്ളത്. ഇവിടെ സുജയ പാർവതി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പിന്നീട് ആ അമേരിക്ക എന്ത് ചെയ്തു എന്നുള്ളത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഒരിക്കലും മറ്റൊരു രാജ്യത്ത് നിന്ന് ഒഴിച്ചു മാറ്റാൻ കഴിയില്ല. അമേരിക്കക്ക് തീർച്ചയായിട്ടും കഴിയില്ല. ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില രാജ്യമൊന്നുമല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയല്ലോ. അത് നരേന്ദ്രമോദി പടുത്തുയർത്തിയ ഇന്ത്യ ആയതുകൊണ്ടല്ല, നെഹ്റു എല്ലാം പടുത്തുയർത്തിയ ഇന്ത്യ ആയതുകൊണ്ടാണ്. അത് നിങ്ങൾ പ്രത്യേകം മറക്കാതിരിക്കുക. ഗുജറാത്ത് കലാപത്തിന്റെ പിന്നിൽ മോദി ആയിരുന്നു, മോദി ഞങ്ങളെ സഹായിച്ചിരുന്നു എന്ന് ബാബു ബജറാങ്കി തുറന്നു പറഞ്ഞ വീഡിയോ കാണാത്തവരായിട്ടുള്ള ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല അല്ലേ? ഇനി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ബാബു ബജറാങ്കിയുടെ തുറന്നു പറച്ചൽ യൂട്യൂബിൽ തെരഞ്ഞാൽ കിട്ടും. അന്ന് BBC ഹിഡൻ ക്യാമ്പ് വെച്ച് അന്ന് പുറത്തുവിട്ട ഒരുപാട് നഗ്ന സത്യങ്ങളുണ്ട്. അതൊക്കെ കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കണ്ട.
അങ്ങനെ കണ്ണടയ്ക്കാതെ തന്നെ ഇരുട്ടായി അവസാനം ബാബു ബജ്റാങ്കിയുടെ ഇപ്പൊ ജാമ്യത്തില്ല, 16 തവണ ജാമ്യത്തിൽ ഇറങ്ങി എന്നുള്ളതാണ്. ഗുജറാത്ത് കലാപത്തിൽ 59 പേര് മരണപ്പെട്ടത് അതിനകത്ത് നിന്നുണ്ടായ തീ പടർന്നതുകൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ അന്ന് തന്നെ വെച്ചതാണ്. അത് BJPക്ക് ഫേവറായിട്ട് ചെയ്യാത്തത് കൊണ്ട് ആ റിപ്പോർട്ടുകളെല്ലാം തള്ളിക്കൊണ്ട് വീണ്ടും പുതിയ റിപ്പോർട്ടുകൾ വെക്കാൻ വേണ്ടി അവരുടെ അനുയായികളെ തന്നെ ഇതിനെ ഏൽപ്പിക്കുന്നു. പിന്നീട് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരുന്നു. 31 മുസ്ലിങ്ങളെ ജയിലിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 2 മുസ്ലിം യുവാക്കളാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മൊഴി കൊടുത്തു. എന്താണ് മൊഴി എന്ന് വെച്ചാൽ പെട്രോൾ പമ്പിൽ വന്ന് പെട്രോൾ വാങ്ങിയത് ഈ 2 യുവാക്കളാണ് എന്ന്. പിന്നീട് അതേ ആളുകൾ തന്നെ കൃത്യമായിട്ട് ഹിഡൻ ക്യാമ്പ് വെച്ച് ചോദിച്ച BBC-യോട് തുറന്നു പറയുകയാണ്, പെട്രോള് ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളത്. 50,000 വളരെ തുച്ഛമായ തുകയ്ക്ക് വേണ്ടിയിട്ട് അന്ന് നുണ പറഞ്ഞു എന്ന് അവർ തുറന്നു പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ മുന്നിൽ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് പോലും അതെല്ലാം നുണയാണ് എന്ന് നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ശക്തമായ ആളുകൾ സത്യം തുറന്നു പറയുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പുന്നത് അത്ര നല്ല നടപടിയൊന്നുമില്ല. അതുപോലെ തന്നെയാണ് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് നിങ്ങൾ കത്രിക വെക്കാൻ വേണ്ടി കിടന്ന് കയറ് പൊട്ടിച്ചത്. കേവലം 5-6 പേര് പറഞ്ഞത് കൊണ്ട് ആ സിനിമയെ എഡിറ്റ് ചെയ്ത് സെൻസറിങ് ചെയ്ത ആളുകളെയൊക്കെ നമ്മൾ നട്ടലിലുള്ളവർ എന്ന് പറഞ്ഞു. ഉണ്ണിപ്പിണ്ടിയായിരുന്നു ആ നട്ടല് എന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കി എന്നുള്ളതാണ്. ഓക്കെ, മല്ലിക സുകുമാരൻ മമ്മൂട്ടിയെ കുറിച്ചൊരു കാര്യം പറയുന്നു. മമ്മൂട്ടി മാത്രമാണ് ചേർത്ത് പിടിച്ചത് എന്നുള്ളത് കേൾക്കാം. ഇത് തോന്നിക്കഴിഞ്ഞത് എന്റെ പോസ്റ്റ് കണ്ടു എന്ന് പറഞ്ഞ് മാത്രം ഒരു മെസ്സേജ് മലയാളത്തിലെ ഏറ്റവും വലിയ മെഗാസ്റ്റാറിന്റെ ഇത് കണ്ടു, വിഷമിക്കണ്ട. അതാണ് മലയാളി എന്ന് പറഞ്ഞ സിനിമാ സമൂഹം കണ്ടുപഠിക്കേണ്ടത്. വേറെ ആരുമല്ല ശ്രീ മമ്മൂട്ടി. നിങ്ങളൊക്കെ പറയുന്ന അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല എന്നുള്ള എനിക്ക് നല്ല ഭംഗിയായിട്ടറിയാം. അതൊന്നുമില്ല. ഒരു 2-3 മാസം വിശ്രമിക്കുക, എന്തെങ്കിലുമൊക്കെ പ്രാഥമിക ചികിത്സകൾ ചെയ്യുക, അദ്ദേഹത്തെ അത് കഴിഞ്ഞ് സുഖമായിട്ട് അദ്ദേഹം വന്ന് അഭിനയിക്കും. പോട്ടെ. ആ മനുഷ്യൻ ഇങ്ങനെ വിശ്രമവേളയിൽ പോലും, ദൈവമേ, പെരുന്നാളായിട്ട് ഞാൻ പറയാണ്, എനിക്കൊരു മെസ്സേജ് അയച്ചു, പോസ്റ്റ് കണ്ടു, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അതായത് ഒരു ആശ്വാസവചനം പറയാനായിട്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ചേച്ചി, അമ്മ, ആന്റി, അമ്മൂമ്മ എന്നൊക്കെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് അയച്ചത് ഇന്നലെ രാത്രിയിൽ എനിക്ക് കിട്ടുന്നത് ശ്രീ മമ്മൂട്ടിയുടെയാണ്. എന്റെ ജീവിതത്തിൽ ഞാനിതൊക്കെ എന്റെ മക്കളോട് ഇന്നലെ രാത്രി പറഞ്ഞു, ഞാൻ മറക്കരുതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് നിർത്താൻ മമ്മൂക്ക എന്ന് പറയുന്ന ആ കലാപ്രതിഭക്കറിയാം, ആ നല്ല മനുഷ്യനെ അറിയാം എന്നുള്ളതാണ്. ആശുപത്രി കിടക്കയിൽ റെസ്റ്റിൽ ഇരിക്കുന്ന മമ്മൂക്ക ഇതെല്ലാം കണ്ടുകൊണ്ട് മല്ലിക സുകുമാരനെ വിളിച്ച് പറയാണ്, പേടിക്കേണ്ട, ഇതൊക്കെ സാധാരണമാണ്, ഒന്നും പേടിക്കേണ്ട, എല്ലാം ശരിയാവും എന്നുള്ളത്. അവരൊറ്റ ചേർത്ത് പിടിക്കൽ മാത്രം മതി. മോഹൻലാൽ ഇവിടെ മുട്ടുമടക്കി കുനിഞ്ഞ് തല കുനിച്ച് നിന്നു എന്നുള്ളതാണ്. എന്തിന്? വളരെ മോശമായി പോയി ലാലേട്ടനെ അത്ര അധികം ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പൊ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് പോലും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ ഒരു സെക്രട്ടറി രാജിവെക്കുകയാണ്. ഈ സിനിമ കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കേവലം 4 ആളുകൾ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ അത് ചെയ്തു. കേരള സ്റ്റോറി എന്ന സിനിമ ഇന്ത്യയിൽ കേരളത്തിൽ പ്രദർശനത്തിന് വന്നപ്പോ എന്തുകൊണ്ട് ലാലേട്ട നിങ്ങളൊന്നും മിണ്ടിയില്ല? നിങ്ങൾ മൗന സമ്മതം കൊടുത്തു. അത് ശരിക്കും കേരളത്തിൽ നടക്കുന്നതാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ മൗന സമ്മതമാണ് നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്നത്. എന്ത് ചെയ്യാനാ? നമുക്ക് ആ വീഡിയോ അല്ലെങ്കിൽ മുഴുവൻ ഒന്ന് കേട്ട് തീർക്കാം. അവിടെ അദ്ദേഹം ജാതിയും മതമൊന്നും നോക്കിയില്ല. ഇന്ന് പെരുന്നാളാണ്, വീട്ടിലെത്തി തിരക്ക് ഊഹിക്കാവല്ലോ. പോട്ടെ, എന്തെങ്കിലും ആട്ടെ, മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് അദ്ദേഹം എവിടെയോ ഇരിക്കുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലും ഇത് ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ മല്ലികയ്ക്ക് പ്രയാസം തോന്നുമായിരിക്കും എന്നൊരു തോന്നലെങ്കിലും ഒരു മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കാൻ ആ മനുഷ്യന് സാധിച്ചില്ലേ? വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? വേറെ ആരെങ്കിലും എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ ഒരു പുസ്തകത്തിന്റെയും ഒരു പ്രസ്ഥാനത്തിന്റെയും ഒരു സംഘത്തിന്റെയും ഒന്നും പേര് പറഞ്ഞൊന്നും പേടിപ്പിക്കരുത്. ഞങ്ങളെ വളർത്തിയത് ഈശ്വരനാണ്. ഞങ്ങൾ ഞങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് വളർന്നു വന്ന ആളുകളാണ്. നമ്മളെ തളർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഈ ഒരു സാധനം തന്നെയാണ് പൃഥ്വിരാജിൽ നിന്നും ഞങ്ങളും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇമ്രാനിലെ വിവാദ ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നതിൽ മുരളി ഗോപിക്ക് അതൃപ്തി. മോഹൻലാലിന്റെ ഖേദപ്രകടനം പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തെങ്കിലും പോസ്റ്റിനെ പാടെ അവഗണിച്ചാണ് മുരളി ഗോപിയുടെ മൗനം. നട്ടലുള്ള ഒരാളാണ് കഥ എഴുതിയത്, അതുകൊണ്ടാണ് മാഡം മൗനം വെടിയാതെ നിൽക്കുന്നത്. ഈദ് മുബാറക് എന്ന് പറഞ്ഞ 2-3 മണിക്കൂർ മുമ്പ് മുരളി ഗോപി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നട്ടലുള്ളവന്റെ പ്രതികരണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഗുജറാത്തിൽ 2002 മുസ്ലിങ്ങളെ കൊന്നൊടുക്കി, ഐക്യദാർഢ്യം, ഈദ് മുബാറക്. വേറെ ഒന്നും ഞാനും പറയുന്നില്ല. പരമാവധി ഷെയർ ചെയ്യുക. ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.